എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, പ്രചരിപ്പിക്കുക. നിങ്ങളാണ് ഞങ്ങളുടെ പ്രചാരകർ. മൗത്ത് പബ്ലിസിറ്റിയും നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിലെ കീബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലോ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ആയിരങ്ങൾക്ക്, 10 പേർക്ക്, ഒരാളിന് തുടങ്ങി എത്ര പേർക്ക് വേണം നിങ്ങൾക്ക് അയക്കാൻ കഴിയും, ഗ്രൂപ്പുകളിലേക്ക് അയക്കാൻ കഴിയും. പരമാവധി വീഡിയോ പ്രചരിപ്പിക്കുക. ഇന്ന് നമ്മൾ നിരവധി വിഷയങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഇന്നെടുക്കുന്ന പുതിയൊരു വിഷയം തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വിഷയം കൂടി എടുക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് തൊഴിലുറപ്പിൽ വരുന്ന അപകടങ്ങൾ വരുന്നത്? തൊണ്ടാർനാട് പഞ്ചായത്തിൽ നിങ്ങൾ നോക്കൂ, വയനാട് ജില്ലയുടെ തൊണ്ടാർനാട് പഞ്ചായത്തിൽ 2 കോടിയിൽ പരം രൂപയുടെ അഴിമതിയാണ് കണ്ടുപിടിക്കുകയും 4 പേരെ സസ്പെൻഡ് ചെയ്യുകയും അതൊരാൾ CPM-ന്റെ പാർട്ടി അംഗമായിരിക്കുകയും അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന വിചിത്രമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അങ്ങനെ വിചിത്രമെന്ന് ഞാൻ പറയാൻ കാര്യം, 4 കരാർ ഉദ്യോഗസ്ഥരെ, അക്രഡിറ്റഡ് എഞ്ചിനീയർ അടക്കമുള്ള 4 കരാർ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെവിടെ? പിരിച്ചുവിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെവിടെ? പഞ്ചായത്ത് സമിതി ഉണ്ട് അവിടെ. പഞ്ചായത്ത് സമിതി പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല. ആ പഞ്ചായത്ത് സമിതി എന്ത് പഞ്ചായത്ത് സമിതിയാണ്? ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് സമിതി. അതുപോലെ തന്നെ CAG-യുടെ ഓഡിറ്റ് വന്നപ്പോൾ വെള്ളറട പഞ്ചായത്തിനെ കുറിച്ചും തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട പഞ്ചായത്തിനെ കുറിച്ചും സൂചനകളുണ്ടായി. CAG പറഞ്ഞു കേരളത്തിലാകെ ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞു. ചുങ്കത്തുറ പഞ്ചായത്ത് മലപ്പുറത്ത് പോയതിനു ശേഷം ഇതുപോലെ വകമാറ്റി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. എനിക്ക് പെരുങ്കടവിള പഞ്ചായത്തിൽ നിന്ന് അവിടുത്തെ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. കുറേ അധികം പേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ എനിക്ക് അവരാരെയും പരിചയമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല, പരിചയപ്പെടാൻ ആഗ്രഹവുമില്ല. അവർ അയച്ചു തന്ന വിശേഷം മാത്രം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ ചതികൾ വരുന്നത്? പ്രത്യേകിച്ച് അക്രഡിറ്റഡ് എഞ്ചിനീയർമാർ, നിങ്ങൾ കരാർ ഉദ്യോഗസ്ഥരാണ്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നിങ്ങളോട് പലതും പഞ്ചായത്ത് സെക്രട്ടറി പറയും, പഞ്ചായത്ത് കമ്മിറ്റി പറയും, പക്ഷെ അവർ ഊരും രക്ഷപ്പെടും. പെടുന്നത് നിങ്ങളാണെന്ന് എഞ്ചിനീയർമാരും സംഘവും ഈ തൊഴിലുറപ്പ് സംഘവും അറിഞ്ഞിരിക്കണം. എന്നെ ഇന്നലെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ മെസ്സേജ്, കൃത്യമായൊരു കൺവെർസേഷൻ പോലുമില്ല, കാര്യം അവരാരും ഫോൺ എടുക്കുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ മെസ്സേജ് വെച്ച് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സൈറ്റിൽ, അത് പല പഞ്ചായത്തിൽ നടക്കുന്ന വലിയൊരു അഴിമതിയാണ്. ഒരിക്കലും തൊഴിലുറപ്പിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തൊഴിലുറപ്പിൽ കൃത്യമായി പ്ലാൻ വയ്ക്കുക, മസ്റ്റർ റോൾ എഴുതുന്നത് എവിടത്തേക്കാന്ന് നോക്കുക, അത് നോക്കി മാത്രം ചെയ്ത് പോവുക. അങ്ങനെ ഏത് വർക്കും എടുക്കാൻ പറ്റുന്ന, അതിനകത്ത് നിർത്തി എടുക്കാൻ പറ്റുന്ന ഏത് വർക്കും എടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് അവിടെ പല സൈറ്റുകളിലും ബോർഡ് രാവിലെ തൊഴിലാളികളോട് ഇന്നലെ മേറ്റും ബന്ധപ്പെട്ടവരും വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സൈറ്റിൽ വരിക, സൈറ്റിൽ വന്നാൽ നമ്മൾ ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മറ്റൊരു വർക്കിന് പോകും, മസ്റ്റർ റോളിൽ ഇല്ലാത്ത വേറൊരു വർക്കിന് പോകും. അതൊരു പൊതു വർക്കാണ്, അത് നമുക്ക് ചെയ്യണം. പൊതു വർക്ക് ചെയ്യണ്ട എന്നുള്ള അഭിപ്രായമില്ല, അത് സന്നദ്ധ സേവനത്തിലൂടെ ചെയ്യണം. സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് NSS-നെയും NCC-യെയും തൊഴിലുറപ്പിനെയും ആശാ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ കുടുംബശ്രീയെയും തുടങ്ങി സകല സന്നാഹങ്ങളെയും, ലിറ്ററസി മിഷൻകാരെയും സകല സന്നാഹങ്ങളെയും കൂട്ടിയോജിപ്പിച്ച്, നാട്ടിലെ റെസിഡൻസ് അസോസിയേഷനെ കൂട്ടിയോജിപ്പിച്ച് മനോഹരമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും പുല്ലുപറിക്കലും ഒക്കെ നടത്താം. അല്ലെങ്കിൽ ഈ പരിപാടി നേരത്തെ ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിരിക്കണം. ഇത് ആക്ഷൻ പ്ലാനിൽ പറയുകയുമില്ല. ഒരു സൈറ്റിൽ കൊണ്ടുപോയി ഫോട്ടോ എടുക്കും, ആട്ടിൻകുട്ടികളെ തെളിച്ചുകൊണ്ട് പോകുന്നില്ല, വേറൊരു സൈറ്റിൽ കൊണ്ടുവച്ച് പണിയെടുക്കും, എന്നിട്ട് തിരിച്ച് പഴയ സൈറ്റിൽ രാവിലെ ഫോട്ടോ എടുത്ത സൈറ്റിൽ വന്ന് വീണ്ടും ഫോട്ടോ എടുക്കും, അത് അപ്ലോഡ് ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് അന്വേഷിച്ച് വരുമ്പോൾ എവിടെയാണോ രാവിലെ ഫോട്ടോ എടുത്തത് അവിടെ പണി നടന്നിട്ടില്ല, എവിടെയാണോ അതിൻ്റെ അപ്പുറത്തുള്ള വളരെ ദൂരെയുള്ള സ്ഥലത്ത് പണി നടന്നിട്ടുണ്ടാകും. എന്താണ് നിയമം പറയുന്നത്? നിങ്ങൾ മസ്റ്റർ റോൾ എഴുതുന്ന, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള 4-5 വിളകളിലല്ലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യാതെ കിലോമീറ്ററുകൾ മാറി മറ്റൊരു പൊതുസ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ കൊടിയ അഴിമതിയും കൂടി ഇതിൻ്റെ ഭാഗമായി വരും. അങ്ങനെ വരുന്നതൊക്കെയാണ് നിങ്ങൾ പെടുന്നത്. എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഇന്നലെ അത് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, സാറ് അവർ പറയുന്ന കുറച്ച് ന്യായങ്ങൾ, അവർ പറയുന്ന ന്യായമാണ്, ഒരു അന്യായമില്ല. പക്ഷേ എന്ത് ചെയ്യാം, സർക്കാർ സംവിധാനത്തിൽ ന്യായങ്ങൾക്ക് ഒരു കഥയുമില്ല. കോടതിയിൽ സത്യത്തിന് സാധ്യതയില്ല, തെളിവിനാണ് സാധ്യത. സർക്കാരിൽ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് കഴിയൂ. അതിനാണ് സർക്കാർ സംവിധാനവും AG-യുടെ ഓഡിറ്റും ലോക്കൽ ഫണ്ട് ഓഡിറ്റും ഒക്കെ വച്ചിരിക്കുന്നത്. ഇത് പാലിക്കാനാണ്. അവിടെ വൈകാരികമായ വിഷയങ്ങൾക്കോ സെൻറ്റിമെൻസിനോ ഒരു ഇടപാടുമില്ല. മനുഷ്യർക്ക്, വ്യക്തികൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നിടത്ത് കുറേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണിക്കാം, ചില വികാരമൊക്കെ നമുക്ക് വരും, കാര്യം മനുഷ്യരോടാണ് ഇടപെടുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു സെൻറ്റിമെൻറ്റ്സിനും ഒരു സ്കോപ്പില്ല. നിയമവും ചട്ടവും പാലിച്ചേ കഴിയൂ. അങ്ങനെ പാലിക്കാത്തത് കൊണ്ടാണ് പെരുങ്കടവിള ബ്ലോക്കിനെ കുറിച്ചും പഞ്ചായത്തുകളെ കുറിച്ചുമൊക്കെ CAG-യുടെ റിപ്പോർട്ടിൽ വന്നത്. അത് ചാനലിൽ വലിയ വാർത്തകൾ വന്നു. 24 ചാനലിലാണ് ഞാൻ കരുതുന്നു.
പ്രദേശ് വലിയ വാർത്തയായി അത് ചെയ്തു. അതിനെ തുടർന്ന് സംസ്ഥാനത്താകെ ഓഡിറ്റിനുള്ള CAG ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. എന്തായാലും ഇന്നലെ പെരുങ്കടവിളയിൽ നടന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഇന്ന് അവിടെ എന്ത് വർക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. ഏത് വർക്കാണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും അവർ ചെയ്യാതിരിക്കട്ടെ. കാരണം അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ അത് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി ചെയ്യട്ടെ. എനിക്ക് ആരോടും പരാതിയില്ല. ഞാനിങ്ങനെ കേരളത്തിൽ 1000 പഞ്ചായത്തിൽ ഇത് തിരക്കി അവിടെയെല്ലാം കുഴപ്പം കണ്ടുപിടിക്കാൻ നടക്കുന്ന ചാനലുമല്ല, ആളുമല്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധയിലൊരു വിഷയം പെട്ടാൽ അതിൻ്റെ കാരണസഹിതം മനസ്സിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ ബന്ധപ്പെട്ട 1-2 പേരെ അവിടെ വിളിച്ചിരുന്നു. അവർ വളരെ മനോഹരമായും സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. ഞാനും അതുപോലെ തന്നെ അവരോട് സംസാരിച്ചു, വിവരങ്ങളെടുത്തു. അവർ പറയുന്നത് അവരുടെ വേർഷനാണ്, തൊഴിലാളികൾ പറയുന്നത് തൊഴിലാളികളുടെ വേർഷനാണ്. എന്തായാലും രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ ഒരു ക്രമക്കേടിൻ്റെ അംശം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചിട്ടില്ല. അതിന് ഇന്ന് നടക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. നടക്കുകയും ആളുകൾ വിവരങ്ങൾ അയച്ചു തരികയും ചെയ്താൽ ഇതിനെ സംബന്ധിച്ച് പുതിയ വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ടാണ് സമൂഹത്തിൽ നിൽക്കുന്നത്. ആരാണ് ഭരിക്കുന്നത്, ആരാണ് സംവിധാനമെന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ സംവിധാനം ഒരു കറക്ഷൻ മാത്രം.